സഹോദരങ്ങളെ, കണ്ണുനീരിൻ്റെ പ്രാർത്ഥന ഈ നാളുകളിൽ അതിൻ്റെ ആവശ്യകത കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാകണം നമ്മൾ. 126 സങ്കീർത്തനം 5ഉം 6ഉം വചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വായിക്കാം. 126 സങ്കീർത്തനം 5ഉം 6ഉം വചനങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ വചനം. കണ്ണീരോടെ വിതയ്ക്കണം നമ്മൾ. സഭയിൽ വിതയ്ക്കണം. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കണ്ണീരോടെ വിതയ്ക്കണം. പ്രാർത്ഥിച്ച് നിന്റെ കണ്ണുനീര്, അതെ, അതൊരു വിതയാണ്. ഒരു വിത്ത് നടുന്നത് പോലെ നമ്മുടെ കണ്ണുനീരുകളിൽ അനേകം വിത്തുകൾ നമ്മൾ നടണം. ആ വിത്ത് പൊട്ടിമുളയ്ക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാകുന്ന കണ്ണുനീരിൻ്റെ നനവിലൂടെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർക്ക് ആനന്ദഘോഷത്തോടെ കൊയ്തെടുക്കാൻ പറ്റും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ആരെല്ലാം കണ്ണീരോടെ വചനം വിതയ്ക്കുന്നുവോ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വിശാലതയ്ക്ക് വേണ്ടി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആരെല്ലാം കണ്ണീരോടെ വിതയ്ക്കുന്നുവോ അവർക്ക് ആനന്ദത്തോടെ കൊയ്യുവാനുള്ള അഭിഷേകം കർത്താവ് നൽകും, അവസരം നൽകുമെന്ന് പരിശുദ്ധ വചനത്തിൽ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ കണ്ണുനീരിൻ്റെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഈ കണ്ണുനീരെന്ന് പറയുന്നത് എപ്പോഴും ബലഹീനതയുടെ അടയാളം മാത്രമല്ല, അത് ദുർബലതയുടെ അടയാളം മാത്രമല്ല. ചില നിമിഷങ്ങളിൽ കണ്ണുനീര് അത് ശക്തിയുടെ അടയാളങ്ങളാണ്, അത് ആനന്ദത്തിൻ്റെ അടയാളങ്ങളാണ്, അത് ദൈവകൃപയുടെ അടയാളങ്ങളാണ്. തിരുവചനത്തിൽ കാണുമ്പോൾ നമ്മുടെ കർത്താവ് പല പ്രാവശ്യവും കരഞ്ഞു എന്ന് പറയാം. കണ്ണുനീരിൻ്റെ ശുശ്രൂഷ ഈശോ നിർവഹിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് കണ്ണുനീരോടെ നമ്മളിത് മനസ്സിലാക്കണം. കണ്ണുനീരിൻ്റെ ശുശ്രൂഷ. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയാ. യോഹന്നാൻ 11:35 ഉച്ചത്തിലെ വചനം ഏറ്റു പറഞ്ഞ് യേശു കണ്ണീർ പൊഴിച്ചു. ഉറക്കെ പറഞ്ഞ യേശു കണ്ണീർ പൊഴിച്ചു. യേശു കരയേ. ആരേ കരയുന്നത്? ദൈവം കരയേ. സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ കർത്താവായ യേശു കരഞ്ഞു. അവൻ കണ്ണീർ പൊഴിച്ചു. അവൻ കണ്ണുനീരൊഴുക്കി. നമ്മുടെ കർത്താവ് ഒരു അനങ്ങാപ്പാറയല്ല സഹോദരങ്ങളെ, കഠിന ഹൃദയനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു വികാരവും ഒരു സെൻസില്ലാത്തവനല്ല. നമ്മുടെ കർത്താവ് ഹൃദയ ആർദ്രതയുള്ളവൻ, മനസ്സലിവിൻ്റെ ദൈവമാണ്. അതുകൊണ്ടല്ലേ ചിലപ്പോൾ പാട്ടുകാരൻ പാടിയത്, നിൻ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, നിൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. കർത്താവ് കരഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് കരഞ്ഞത് കർത്താവിന് വേണ്ടിയാണോ? ഉറക്കെ പറ. നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് കരഞ്ഞു, അവൻ കണ്ണീർ പൊഴിച്ചു. ആരെങ്ങനെ കരയുന്നത്? ഹെബ്രായ പുസ്തകം വചനം പറയുന്നുണ്ട്. ഹെബ്രായ പുസ്തകത്തിൽ ഇത്ര ശക്ത 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഹെബ്രായർ 1:9 എന്താ പറയുന്നത് കണ്ടു? അവിടെ പറയാണ്, സെക്കൻഡ് പാർട്ടിലോട്ട് വന്നേ. സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം, അങ്ങയുടെ ദൈവം അങ്ങയെ ആനന്ദത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട, ആനന്ദത്തിന്റെ പൂർണ്ണതയുള്ള, ആനന്ദത്തിന്റെ നിറവുള്ള കർത്താവായ യേശു, അവൻ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാ, ആനന്ദത്തിന്റെ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാ. ആ കർത്താവ് നമുക്ക് വേണ്ടി കരയുകയാണ്. കണ്ടു, കർത്താവ് കണ്ണീർ പൊഴിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി ഏറ്റെടുക്കാൻ പറ്റൂ? കർത്താവിൻ്റെ കണ്ണീർ നിന്റെ കണ്ണീരായി നിനക്ക് ഏറ്റെടുക്കാൻ പറ്റൂ? നിന്റെ കണ്ണുനീരായി നിനക്ക് ഏറ്റെടുക്കാൻ പറ്റൂ? അത് കർത്താവിന് ആവശ്യമുണ്ട്.
കർത്താവിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയം തകർക്കപ്പെടണം. കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയത്തിന് വേദനയുണ്ടാകണം, നൊമ്പരമുണ്ടാകണം. കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയത്തിന് ദുഃഖമുണ്ടാകണം. യെസ്, ഈ കാലഘട്ടത്തിൽ തൻ്റെ പ്രവാചകരോട്, തൻ്റെ അഭിഷിക്തരോട്, തൻ്റെ ശുശ്രൂഷകരോട്, തൻ്റെ കുടുംബസ്ഥരോട് കർത്താവ് പറയുന്നു, കണ്ണുനീരിൻ്റെ ശുശ്രൂഷ ചെയ്യുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കരയേണ്ടത് നമുക്ക് വേണ്ടിയല്ല. നമ്മളിന്ന് പലരും കരയുന്നുണ്ട്. നമ്മൾ കരയുന്നത് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവ് കരഞ്ഞത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് കരഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. കർത്താവ് കരഞ്ഞത് ഈ ലോകത്തിൻ്റെ നാശം കണ്ടുകൊണ്ടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നാം നമുക്ക് വേണ്ടി കരയേണ്ട. പറഞ്ഞേ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടിയല്ല കരയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതാ ഞാൻ പറയാം, കർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അവിടെ അത്ഭുതങ്ങൾ നടക്കും സഹോദരങ്ങളെ. ദൈവം അസാധാരണ പ്രവർത്തികൾ ചെയ്യും. ആനന്ദത്തിന് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനാ കർത്താവ്. ആ കർത്താവ് കൊണ്ട് കണ്ണീർ പൊഴിക്കുകയാണ്. വേദനയോടെ കർത്താവോടെ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. നിങ്ങൾ ദൈവവചനത്തിലോട്ട് വരിക. നമ്മുടെ കർത്താവ് കരഞ്ഞു ദുഃഖിച്ചു. അതല്ലേ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. ലൂക്ക 13:34. എല്ലാവരും ഉണർവോടെ വചനം. ഞാൻ ആരും വേർതിരിക്കുക. എല്ലാവരും ഉണർവോടെ. കർത്താവ് കരഞ്ഞുകൊണ്ട് പറയാ, ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ സമ്മതിച്ചില്ല. കർത്താവ് വേദനയോടെ പറയാൻ, നിങ്ങൾ സമ്മതിച്ചില്ല. കണ്ടോ, ഇത് കർത്താവ് നമ്മെ നോക്കി പറയാ, ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു നിങ്ങൾ എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, നിങ്ങൾ എൻ്റെ തിരുമുഖത്തേക്ക് നോക്കാൻ, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുവാൻ, എന്നിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം മക്കളെ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങൾ സമ്മതിച്ചില്ല, നിങ്ങൾ കൂട്ടാക്കിയില്ല, നിങ്ങൾ അനുസരിച്ചില്ല. കർത്താവ് ദുഃഖിക്കുകയാണ്, വേദനിക്കുകയാണ്. കർത്താവ് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പറയുമ്പോൾ ഒരു അഭിഷേകം വരുന്നു, ഒരു അനോയിന്റിങ് വരുന്നു. കർത്താവ് ഒരു കൃപ ഈ സമൂഹത്തിലേക്ക് പകരും, ഒരു കൃപ പകരുന്നുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കരഞ്ഞു എന്നാ പറയും. കണ്ടോ, വേദനയോടെ വിളിക്കുക. ജെറുസലേം, ഇന്ന് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുക. നമ്മുടെ പേര് പറഞ്ഞ കർത്താവ് ഇത് പറയുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41, 42 വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച് എന്താ പറയുന്നത്? ലൂക്ക 19:41-42 തിരുവചനങ്ങൾ. അവൻ അടുത്തു വന്ന് കർത്താവ് അടുത്തു വന്ന് ജെറുസലേം പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കണ്ടു. ജെറുസലേം പട്ടണത്തെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കർത്താവ് കരയാണ് ജെറുസലേമിന്റെ നാശം മുന്നിൽ കണ്ടുകൊണ്ട്. എന്താ പറഞ്ഞത്? സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. കർത്താവ് കരഞ്ഞുകൊണ്ട് പറയാ, ജെറുസലേം, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. അവൻ വിലപിച്ചുകൊണ്ട് പറഞ്ഞു. കർത്താവ് കരയാണ് മക്കളെ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണുനീരോടെ മുട്ടിന്മേൽ നിന്ന് കണ്ണീരൊഴുക്കി. അതാണ് സഭാപിതാക്കന്മാരും വിശുദ്ധരും മരുഭൂമിയിലെ താപസ പിതാക്കളും ഇവരെല്ലാം അവർ പിടിച്ചടക്കിയത് മുട്ടിന്മേൽ നിന്നാണ്, കണ്ണുനീരിന്റെ ശുശ്രൂഷ ചെയ്താണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഹെബ്രായ പുസ്തകം 5:7 വരിക. ഹെബ്രായ പുസ്തകം 5-ാം അധ്യായം 7-ാം വചനത്തിൽ ഗെത്സമൻ തോട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗെത്സമനിയിൽ കർത്താവ് പ്രാണവേദന അനുഭവിച്ച് ചങ്കുപൊട്ടി നിലവിളിച്ചു. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി, പിശാചിന്റെ തലയെ തകർക്കുവാൻ വേണ്ടി, മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി ആ ഗെത്സമനിയിൽ പ്രാണവേദനയോടെ നമ്മുടെ കർത്താവ് നിലവിളിച്ചു. കണ്ടോ, ഈ ഒരു പെയിൻ നമുക്കുണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഒരു ഹൃദയവേദന നിനക്കുണ്ടാകണം.
ഈ ഒരു ആത്മഭാരം നിനക്കുണ്ടാകണം. സഹോദരങ്ങളെ, അതാ ഇന്ന് ഈ ഭാരം നമുക്ക് നഷ്ടപ്പെട്ടു, ഈ വേദന നഷ്ടപ്പെട്ടു. നമ്മൾ അറിഞ്ഞും അറിയാതെയും, ഞാൻ പറഞ്ഞില്ലേ, അലസരും അനാസ കാണിക്കുന്നവരും, സഹോദരങ്ങൾ ഉദാസീനരും, നമ്മൾ കെയർലെസ്, നിസ്സാരമായി ലാഘവമായി ഇതിനൊക്കെ കാണുന്നവരായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് ഹീബ്രു 5:7 വായിച്ച്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് സമൂഹം ഉച്ചത്തിൽ വായിച്ച്, എല്ലാവരും ഉണർവോടെ വായിച്ച്, ക്രിസ്തു മരണത്തിൽ നിന്ന് അത്ഭുത സ്വരത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ള തൻ്റെ പിതാവിനോട് കണ്ണീരോടും. ഗെത്സമനിൽ ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ച്? ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് എങ്ങനെയാ പ്രാർത്ഥിച്ച്? പ്രാണവേദന അനുഭവിച്ച് എന്റെയും നിന്റെയും രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ പിതാവിന് മുൻപിൽ, പിതാവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടും വലിയ കർത്താവ് വിളിച്ച അപ്പാ ചങ്കുപൊട്ടി വിളിക്കും. വലിയ വിലാപം എന്നാ പറയണേ. ആ ഗെത്സമനി മുഴുവൻ കേൾക്കുമാറ് കർത്താവ് പൊട്ടിക്കരഞ്ഞു, പിതാവേ ആബാ. കണ്ടു? ഓ, എന്നാ പ്രാർത്ഥനയാ സഹോദരങ്ങളത്. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെയാ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചത്? ഉറക്കം തൂങ്ങിക്കൊണ്ടാണോ? ആണോ സഹോദരങ്ങളെ? കണ്ണുനീരോടെ, വലിയ വിലാപത്തോടെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി. കണ്ടോ, ഇതാ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ സഭയെ നവീകരിക്കാൻ, ഈ ലോകത്തെ കർത്താവിനായി നേടാൻ, ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കുവാൻ, നമ്മുടെ യുവജനങ്ങൾ ദൈവവചനത്തിന്റെ തീപന്തങ്ങളായി, അവർക്ക് വചനത്തിന്റെ തീ കിട്ടാൻ, പരിശുദ്ധാത്മാവിന്റെ ഫയർ നമ്മുടെ യുവജനങ്ങളിലേക്ക് കത്തിപ്പടരാൻ, ഇതുപോലെ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാണവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള, തീരുമാനമുള്ള എത്ര പേര് ഈ സമൂഹത്തിലുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. കർത്താവേ കൃപ ഒഴുക്കണമേ. വലിയ വിലാപത്തോടെ അടുത്തിരിക്കുന്ന 3 പേരോട് പറ, വലിയ വിലാപത്തോടെ പറഞ്ഞേ, വലിയ വിലാപം. നമ്മുടെ കർത്താവ് ചങ്ക് പൊട്ടി കരഞ്ഞു, അപ്പാ അപ്പാ അപ്പാ, പിതാവേ അപ്പാ. കർത്താവ് കരഞ്ഞത് കർത്താവിന് വേണ്ടിയിട്ടായിരുന്നോ? ഉറക്കെ പറ, ആണോ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇതുപോലെ നിന്റെ കരച്ചിൽ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം. നിന്റെ കരച്ചിൽ സഭയുടെ നവീകരണത്തിന് വേണ്ടിയാകണം. നിന്റെ കരച്ചിൽ ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുവാൻ വേണ്ടിയാകണം.